റിപ്പോർട്ടർ ഇംപാക്ട്. മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ ദളിത് വിദ്യാർത്ഥിയുടെ സമരത്തിൽ ഇടപെടലുമായ സിൻഡിക്കേറ്റ് ജാതി വിവേചനമടക്കം ഗുരുതര ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനം. ആന്റി റാഗിംഗ് സെല്ലിന്റെയും SC/ST സെല്ലിന്റെയും റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് VC ഡോക്ടർ CR പ്രസാദ് പറഞ്ഞു. ഇന്നത്തെ സിൻഡിക്കേറ്റ്, ഇന്നത്തെ നിർവാഹക സമിതി മറ്റൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതായത് റിട്ടയർ ജില്ലാ ജഡ്ജിയെ കൊണ്ട് ഈ വിവരം മുഴുവൻ കൃത്യമായി അന്വേഷിക്കാനും അതിൻ്റെ റിപ്പോർട്ട് നേടാനും സാധിച്ചിട്ടുണ്ട്. ഇത് ഏത് അന്വേഷണത്തെയും സർവകലാശാല സ്വാഗതം ചെയ്യുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, നിർണായകമായ ഇടപെടലാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ളവ വേണം എന്ന നിലപാടും സ്വീകരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അത് ആദ്യഘട്ടത്തിൽ സർവകലാശാല അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഇന്നലെയാണ് ഈ SC/ST സെല്ലിൻ്റെയും ആന്റി റാഗിംഗ് സെല്ലിൻ്റെയും അന്തിമ റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ ഉപസമിതി ചേർന്ന് അതിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് അതിൽ കൃത്യമായൊരു തീരുമാനം സർവകലാശാല ഉൾക്കൊള്ളുന്നത്. ഈ രണ്ട് റിപ്പോർട്ടിലും ഈ കുട്ടി നൽകിയിട്ടുള്ള പരാതിയിൽ അല്ലെങ്കിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ SC/ST സെല്ലും ആന്റി റാഗിംഗ് സെല്ലും സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത് ഇരിക്കുമ്പോഴും ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന രീതിയിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സർക്കാരിനോട് ആവശ്യപ്പെടും എന്നും VC പറഞ്ഞിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള ഇടപെടലാണ്. കഴിഞ്ഞ ദിവസം VC, രജിസ്ട്രാർ എന്നിവരുമായി MLA മാർ കൂടിക്കാഴ്ച നടത്തിയ സമയത്തും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഒരു പ്രത്യേക സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളൊരാവശ്യം മന്ത്രിയോട് നിർദ്ദേശിക്കുമെന്ന് MLA മാരും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇതാ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഈ വിഷയത്തിൽ എല്ലാ പരാതികളും, അതായത് വിദ്യാർത്ഥിനി സമർപ്പിച്ച പരാതികളാകട്ടെ, സർവകലാശാലയ്ക്ക് മുൻപാകെ വന്ന പരാതികളാകട്ടെ, എല്ലാ പരാതികളിലും അന്വേഷണം നടത്തും എന്നു തന്നെയാണ് സർവകലാശാലയും പറയുന്നത്. ഏത് അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുമെന്നും പറയുന്നുണ്ട്. നമ്മളുള്ളത് സർവകലാശാലയ്ക്ക് മുൻപിലാണ്. എപ്പോഴും ഇവിടെ സമരം തുടരുന്നുണ്ട്. പക്ഷേ അവരെ ഏത് തരത്തിൽ അറിയിക്കുമോ, ഈ തീരുമാനം അറിയിക്കുമോ എന്ന ചോദ്യത്തിന് VC പറഞ്ഞത് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിവരങ്ങളും തങ്ങളെ അറിയിച്ചിട്ടില്ല. ഒരു അറിയിപ്പും ആരാണ് സമരം ചെയ്യുന്നത് എന്ന് പോലും സർവകലാശാലയ്ക്ക് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. സർവകലാശാലയ്ക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് VC ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സമരത്തിന്, അനഘയുടെ സമരത്തിന് ഐസ ഉൾപ്പെടെയുള്ള സംഘടനയുടെ പിന്തുണ ലഭിച്ചതാണ്. വിവിധ സംഘടനകൾ പിന്തുണയുമായി എത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഔദ്യോഗികമായി സർവകലാശാലയെ അറിയിച്ചിട്ടില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ VC മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഔദ്യോഗികമായി അറിയിക്കട്ടെ, അതിനുശേഷം അക്കാര്യത്തിലൊരു തീരുമാനമാകാം എന്നുള്ളതാണ് VC ഉൾപ്പെടെ പറയുന്നത്. പ്രാഥമികമായിട്ടുള്ള പിന്തുണ കുട്ടിയുടെ പഠനത്തിനാണ്, ഗവേഷണം പൂർത്തീകരിക്കാനാണ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഇടപെടുകയാണ് സിൻഡിക്കേറ്റ്. ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ളവ മുന്നോട്ട് വെക്കുകയുമാണ്. സോണൽ കൃഷ്ണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.